ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എൻ്റെ ഇൻസിഡൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എനിക്ക് സുന്ദരിക്കുട്ടി ചക്കരയായിട്ടുള്ളൊരു മോളുണ്ട്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് റിഗ്രറ്റ് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ദൈവനിശ്ചയമല്ലേ. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഞാൻ സാറിനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അറിയുന്ന ഒരാളെ പോലെ ഞാൻ ബിഹേവ് ചെയ്യുന്നത്. കാരണം ഞാൻ അത്രയും സാറിനെ ആരാധിക്കല്ലടോ, ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട് ശംഭു സാറിൻ്റെ അടുത്ത് ഒറ്റ ഇങ്ങനെ സ്വപ്നത്തിൽ. അബി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അബി ഭയങ്കര ലോലയായിട്ടുള്ളൊരു കുട്ടിയാണ്. കാണുന്ന സ്ട്രോങ് ഒന്നും ഉള്ളിലില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അബിയുടെ അടുത്ത് പറയാം, നീ അടങ്ങ് എന്ന് റിയാക്ട് ചെയ്യണ്ട, അതെങ്ങനെ ശരിയാവും, എൻ്റെ ചേച്ചിനെ പുറം ഞാൻ സംഭവിക്കില്ല. അവളെങ്ങനത്തെ അവള് ആരെ കൊണ്ട് തൊടാൻ സമീപിക്കില്ല എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു അനീതിയാണ് അത്. പപ്പ പറഞ്ഞില്ലേ എനിക്ക് ലോ എന്നുള്ളൊരു, ഇതെപ്പോഴാ കണ്ടത്? ശരിയാണ്, അറിയില്ല. ഇനി ട്രോമ ട്രിഗർ ആയിട്ട് വന്ന ഒരു ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷീ വോണ്ട് ടു ഫൈറ്റ് ഫോർ പീപ്പിൾ ഹു നീഡ് ജസ്റ്റിസ്. ഞാൻ അവളുടെ അടുത്ത് പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ, ലൈക്ക് മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യണ കാര്യമാണ്. അപ്പോൾ നാളെ നീ ഒരു മിസ്റ്റേക്ക് ചെയ്തെന്ന് വെച്ച് മമ്മി ഒന്നും പറയാൻ പോകണില്ല. കാരണം മമ്മി കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, അവിടെ ബ്ലണ്ടേഴ്സ്. അപ്പോൾ എന്നിട്ട് എന്താ ഈ മമ്മി ഇവിടെ ഇല്ലേ? സോ ഇപ്പോൾ നാളെ, കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രീഡം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അവരെന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തായിരിക്കില്ല പറയുണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 35,000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 10,000-20,000 കൂടെ എക്സ്ട്രാ ചോദിച്ചു. അപ്പം എനിക്ക് എന്തോ ബന്ധികേട്. ഞാൻ വേഗം വീഡിയോ വീണ്ടും ഇത് ചാറ്റ് ചെയ്യുന്നു. ചേച്ചിയല്ല, കസിനല്ലേ ചോദിച്ചേ? ഇതാണോന്നറിയില്ല, കസിനാണോന്നറിയില്ല. സോ ഐ ആം തിങ്കിങ് ഇറ്റ് ചേച്ചി. ഞാനിത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാട്ടിന്റെ പേര് പെഴ. പെഴ 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 ഓക്കെ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ശരിക്കും ചോദിച്ചു പോയിട്ട് കുറച്ച് നാളായി. വെൽക്കമിങ് അമൃത. ഹലോ അമൃത സുരേഷ്. താങ്ക് യു. അപ്പോൾ പറയൂ, പുതിയ വിശേഷങ്ങൾ പറയൂ. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻ ടു ദ മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ചെറിയ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ് അല്ലേ? അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ, ആ വിഷയം കൂടെ പറയൂ. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബ്രേക്ക് എടുത്ത് പോയതൊന്നും അല്ലായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറേ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ ഓട്ടത്തിലും തന്ത്രപ്പാടിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോ ആ ഒരു സ്വപ്നത്തിൽ കൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല ആൾക്കാരുടെയും ഒരു ഭയങ്കര വലിയ സ്വപ്നമാണ് ആ സ്വപ്നം തന്നെ. അതിനെപ്പറ്റി പറയൂ. എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് ആഗ്രഹം, എനിക്ക് തോന്നുന്നു എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ റഹ്മാൻ സാറിനോട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ആരാധനയൊക്കെ ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ സാറിനെ സ്വപ്നം കാണുകയും സാറിനെ മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ സാറിൻ്റെ ഷോസിൽ സാറിൻ്റെ കൂടെ ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ സാറിൻ്റെ പടത്തിൽ ഞാൻ ഒരെണ്ണം പാടിയിരുന്നു, തഗ് ലൈഫിൽ. തഗ് ലൈഫിന്റെ മലയാളം, മുത്തുമഴയുടെ മലയാളം വേർഷൻ ആക്ച്വലി ഞാനാണ് പാടിയത്. അപ്പം അത് പടത്തിന്റെ ഇടയ്ക്ക് അതിനെന്തോ ഒരു ബാൻ, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് അതിനെ കുറച്ച് ബാൻ കിട്ടിയപ്പോൾ അപ്പം മലയാളം വേർഷൻ മാത്രം ഒന്ന് അവർ പോസ് ചെയ്തു. അങ്ങനെ അത് പോസായിപ്പോയി. അല്ലെങ്കിൽ അത് റിലീസാണ്, അറിയില്ല, ചിലപ്പോൾ മേ ബി റിലീസ് ആവും വെരി സൂൺ. അല്ല, അതിൻ്റെ ഒരു കിക്കില്ലേ? ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ചില ആക്ടേഴ്സ് പറയുന്നൊരു കാര്യമാണ്, ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ട് ലാലേട്ടൻ്റെ കൂടെ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ ഇതും. സെയിം കൈൻഡ് ഓഫ്. പക്ഷെ അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു വാവ് പരിപാടിയില്ലേ, ദാറ്റ് ഈസ് എ ലോട്ട് അല്ലേ? പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ സാറിനെ ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഞാൻ സാറിനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അറിയുന്ന ഒരാളെ പോലെ ഞാൻ ബിഹേവ് ചെയ്യുന്നത്. കാരണം ഞാൻ അത്രയും സാറിനെ ആരാധിക്കല്ലടോ, ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട് ശംഭു സാറിൻ്റെ അടുത്ത്. ഒറ്റ ഇങ്ങനെ സ്വപ്നത്തിൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ സാർ ഇങ്ങനെ പാട്ടിൻ്റെ അടുത്ത് പറയുന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് അതായത് സാറിൻ്റെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ സാറിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്നെ അവിടെ പ്ലേസ് ചെയ്ത് സങ്കല്പിക്കും. അങ്ങനെയൊക്കെ അൺബിലീവബിൾ ഭ്രാന്തായിരുന്നു. ആൻഡ് ദെൻ ഫൈനലി സാർ എന്നെ ഇങ്ങനെ ഫസ്റ്റ് സാർ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ US ടൂറിലാണ്.
അപ്പോൾ എനിക്ക് അതിന് വരാൻ പറ്റിയില്ല. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. പക്ഷേ സാറ് ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഒരു പാട്ട് ഷെയർ ചെയ്തു സാറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ എന്തോ വേണം. അപ്പൊ എൻ്റെ ആ സങ്കടം സാറ് അത് നികത്തി തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോൾ സാറിൻ്റെ ഓഡിയോ ലോഞ്ചിന് വിളിച്ചു. അതിനുശേഷം സാറിൻ്റെ ഷോസ് ഇപ്പം ഞാൻ ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തഗ് ലൈഫിൽ പാടി. ഇറ്റ്സ് ലൈക്ക് ഡ്രീം കം ട്രൂ എന്നല്ല പറയണ്ട, അതിലും ഉപരി പറയണം. സത്യം അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോവേർഡിൽ ഒരെണ്ണമാണ് നന്നായിട്ട് ഡബ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടാണ് അമൃത സുരേഷ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ അതിൻ്റെ സീരീസ് പലർക്കും അറിയണമെന്നില്ല, കാരണം പബ്ലിക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. ആ ഒരു എക്സ്പീരിയൻസും കൂടെ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. അത് ബേസിക്കലി ഡബിങ് എന്നുള്ളത് ഈ ആർജെ ചെയ്ത പോലെ തന്നെ എനിക്കൊരു ഇതെങ്ങനെ ഇവർ ചെയ്യണേ എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു പണ്ടേ. അപ്പം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ട്രൈ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവുമായിരിക്കും ഉള്ളിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കോള് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ റെഡ് ചില്ലീസിൻ്റെ ബാനറിൽ ചെയ്യുന്നതാണ് ഷാറൂഖ് ഖാൻ്റെ മോൻ്റെ ഐ മീൻ ബാഡാസ് ഓഫ് ബോളിവുഡ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ബോളിവുഡിലെ എല്ലാ സ്റ്റാർസും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹീറോയിൻ്റെ വോയിസിന് അമൃതയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ ഹീറോയിൻ്റെ വോയിസ് ഞാൻ ഡബ് ചെയ്യും, നിങ്ങൾ ആൾ മാറിപ്പോയതാണ്, നിങ്ങൾ ശരിക്കും എന്നെ തന്നെയാണോ വിളിച്ചതെന്നൊക്കെയാണ്. ലൈക്ക് ഓക്കെ ഓഡീഷന് വരാം, നമുക്ക് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഓഡീഷനൊക്കെ വിളിച്ച് അങ്ങ് പോവാം, അത്ര തന്നെ. ടെൻഷനൊന്നുമില്ല, അത് എന്താണെന്ന് അറിയില്ലല്ലോ. ടെൻഷനില്ല. ഞാൻ പോയി ഓഡീഷനൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അതൊരു നെപ്പോ കിഡ് സ്റ്റോറിയാണത്. അപ്പൊ കുറച്ച് ഇങ്ങനത്തെ സംസാരമാണത് ഉള്ളത്. കുറച്ച് ആറ്റിറ്റ്യൂഡ് സംസാരിക്കാം. എനിക്ക് പിന്നെ പണ്ട് അത് അറിയാമല്ലോ അല്ലേ? ഇത്രയില്ല. എന്നിട്ട് ഞാൻ ഓഡീഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചിട്ട് ലൈക്ക് അമൃതയാണ് ചെയ്യാൻ പോണത് എന്ന്. ലൈക്ക് അങ്ങനെ ഞാൻ പോയി ചെയ്തു. അപ്പോൾ ഇവിടെ സൗണ്ട് ആൻഡ് വിഷൻ സ്റ്റുഡിയോ ഇവിടെയാണ് നമ്മളത് ചെയ്തത്, അവരാണ് വിളിച്ചത്. അപ്പോൾ അവര് പറഞ്ഞു ആദ്യമായിട്ട് ചെയ്യണ പോലെ ഇല്ലാട്ടോ, കുഴപ്പമില്ല, സംഭവം വീണുണ്ടെന്ന് പറഞ്ഞു. അടിച്ചു പോനെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടു നോക്കിയപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ലൈക്ക് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്യണ പോലെ തോന്നണില്ല എന്നുള്ള. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോയും മൈക്കും നമുക്ക് എപ്പോഴും പരിചയമുള്ളൊരു സംഭവമായതുകൊണ്ട് പിന്നെ ഇതൊരു മിനി ആക്ടിങ് ആണ്. ഹീറോയിൻ കരയുമ്പോൾ നമ്മളും കരയാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ശംഭു ചെയ്തിട്ടുണ്ടോ? ഡബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അപ്പൊ യു നോ റൈറ്റ്. ശിവകാർത്തികന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കിങ് ഓഫ് കൊത്തക്കകത്തെ വില്ലന് വേണ്ടിട്ട്. ഞാൻ അത്രയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇത് ചെയ്തേ ഉള്ളൂ. പക്ഷെ അവരുടെ ഫുൾ എപ്പിസോഡ് 8 എപ്പിസോഡ് അങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് മൊത്തം ചെയ്തു. അല്ല അതൊരു പറയാനൊരു ഭയങ്കര പോർട്ട്ഫോളിയോ ഇല്ലേ ഡബിങ്ങിന്റെ ഇതില്. ഇനിയാണെങ്കിൽ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ലൈക്ക് ഓക്കെ ഇനിയും ഡബ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതൊന്നും. അതാണ് ബേസിക്കലി ഡയറക്ടേഴ്സ് ഡബിങ്ങിനെ വിളിച്ചോളൂ. ആയിക്കോട്ടെ, ഞാൻ റെഡിയാ. വളരെ എക്കണോമിക്കലായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ എനിക്കൊരു കുഴപ്പമില്ല, ഇഷ്ടമുള്ളതായിട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ? അടിപൊളി. അല്ല ഇപ്പൊ നേരത്തെ ആറ്റിറ്റ്യൂഡ് സംസാരിക്കുന്നൊക്കെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ അഭിങ്ങോണ്ടുണ്ടായിരുന്നേ ചിലപ്പോൾ കുറച്ച് തഗ്ഗൊക്കെ കിട്ടിയേനെ അല്ലേ? ശരിക്കും അമൃത എന്ന് പറയുമ്പോഴേ ആക്ച്വലി ഒരു ഹൗ സ്ട്രോങ് ആറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഇപ്പം ചിലർ പറയും, ഇപ്പം അഭി എടുത്തു നോക്കിയാൽ കുറച്ചുകൂടെ ചിലപ്പോൾ ബോൾഡായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും. ഇല്ലടാ ഇങ്ങനെ പറയാം. പക്ഷെ അമൃത ഓക്കെ എന്നായിരിക്കാം, സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കാം, സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മള് അങ്ങനെ ചോദിച്ചാൽ അഭി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അഭി ഭയങ്കര ലോലയായിട്ടുള്ളൊരു കുട്ടിയാണ്. കാണുന്ന സ്ട്രോങ് ഒന്നും ഉള്ളിലില്ല. വെരി സ്വീറ്റ് പേഴ്സൺ ആക്ച്വലി. ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. എനിക്ക് തോന്നാറുള്ളത് ഞാനാണ് കുറച്ചും കൂടെ അത്രയും സ്വീറ്റ് അല്ലാത്തത് ഞാൻ തോന്നാറുള്ളത്. സോ ഹൗ സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്ത് വന്നാലും ഞാൻ നേരിടാൻ റെഡി ആയിട്ടുള്ളൊരു ശക്തി എനിക്കുണ്ട്. അതാണ് എൻ്റെ സ്ട്രെങ്ത് തോന്നുന്നു. അതിനൊരു വലിയ സപ്പോർട്ട് ശരിക്കും അഭിയും കൂടെ അല്ലേ? ലൈക്ക് നിങ്ങൾക്കിടയുള്ള ഒരു ആപ്പോ ഇല്ലേ, ലൈക്ക് എനിത്തിങ് എനി ടൈം എന്നുള്ളൊരു സാധനമില്ല. അത് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു 2015-16 മുതലേ കൊച്ചിലെ തുടങ്ങി ശംഭു. ഞങ്ങള്
പുറത്തൊന്നും പോയി കളിക്കുകയോ കുറേ കൂട്ടുകാരുള്ളതോ അങ്ങനെയുള്ള കുട്ടികളൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരി അബിയുടെ കൂട്ടുകാരി ഞങ്ങൾ തന്നെ വീട്ടിനകത്ത് കളികൾ ഉണ്ടാക്കുക, എന്താ പൂജ, ശിവലിംഗം വെച്ച് പൂജിക്കുക. ഞാൻ പൂജാരി, അവളെൻ്റെ മറ്റേ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗെയിംസ്. അങ്ങനെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാ. അവൾക്ക് ഞാനും എനിക്ക് ഞാനും അവളും എന്നുള്ളത് അതെ അത്രേ ഉള്ളൂ. അത് അബിയോടാണെങ്കിലും ചോദിക്കുമ്പോൾ അല്ല, അതൊരു വലിയൊരു ബ്ലെസ്സിങ് കേട്ടോ. അബിയോടാണെങ്കിലും നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലാണെങ്കിലും ചോദിക്കുമ്പോൾ അല്ല അമൃതയെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈ 100 നാവെന്ന് പറയുന്നതിലുപരി 200 നാവാണ്. അവൾ എൻ്റെ സോൾജറായിട്ടാണ് നിന്നിട്ടുള്ളത് പല കാര്യത്തിലും. എന്ത് പ്രശ്നം എനിക്ക് തോന്നുന്നു, ഞാൻ അബിയുടെ അടുത്ത് പറയാം, അബി നീ അടങ്ങ്, എന്ന് റിയാക്ട് ചെയ്യണ്ട, അതെങ്ങനെ ശരിയാവും, എൻ്റെ ചേച്ചിനെ പറഞ്ഞാൽ സംഭവിക്കില്ല. അവളെങ്ങനത്തെ അവള് ആരെ കൊണ്ട് തൊടാൻ സമീപിക്കില്ല എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു അനീതിയാണ് അത്. ഷെൽ, പ്രൊട്ടക്റ്റീവ് ഷെൽ. പിന്നെ അത് അങ്ങനെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കുശുമ്പോളൊക്കെ ഉണ്ടാവില്ല. ഈ സോഫാർ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവൾക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് തരാനാണ് ഇഷ്ടം. അവളുടെ എന്തു മാറ്റി വെച്ചാൽ അവൾ എനിക്കുണ്ടാവും. അങ്ങനത്തെ ഒരു ബന്ധമാണ്. അടിപൊളി. എനിക്ക് തോന്നുന്നു ഇപ്പം അമൃത ആണെങ്കിൽ പോലും ഒരു ലൈക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി ചലഞ്ച് ചെയ്യുക അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു പരിധി വരെ എനിക്ക് ഫാദർ, ഇപ്പോൾ അച്ഛനാണെങ്കിലും വളരെ ഒരു വെരി കൈൻഡ്, വെരി ഗുഡ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. ലൈക്ക് ഇഫ് എനിത്തിങ് പിള്ളേരുടെ അടുത്ത് വന്നാലും എങ്ങനെയാ എന്നെ ഇവിടെ അടിച്ചാൽ ഞാൻ ഇവിടെയും കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ ഒരു പാവ മനുഷ്യൻ. അമ്മക്ക് എപ്പോഴും പറയും അച്ഛൻ അങ്ങനെ, അച്ഛൻ്റെ ഈവൻ മ്യൂസിക് സർക്കിളിലാണെങ്കിലും ലൈക്ക് ഒരു ഒതുങ്ങി ആരോടൊന്നും അങ്ങനെ ഒച്ചയും പാടൊന്നും ഇല്ലാത്ത ഒരു പാവ ഒരു അച്ഛനായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ നിങ്ങൾ സിബ്ലിങ്സ് വലിയ ഏജ് ഗ്യാപ്പും ഇല്ലല്ലോ, അപ്പൊ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ വഴക്ക് പറയും അങ്ങനത്തെ പരിപാടി? അമ്മ ആ വഴക്ക് സീനിലൊക്കെ അച്ഛൻ കുറേ വർഷം ഫോറിനിലായിരുന്നു. അച്ഛൻ ഫ്രാൻസ് റീയൂണിയനിലായിരുന്നു അച്ഛനുണ്ടായിരുന്നു ഒരുപാട് വർഷം. അപ്പൊ ഞങ്ങളുടെ ഈ ചൈൽഡ്ഹുഡ് യുദ്ധങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അമ്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛൻ പൊതുവേ ലാസ്റ്റ് വന്നിട്ടൊരു ബോംബ് പൊട്ടിക്കുള്ളൂ, അതുവരെ അച്ഛനൊന്നും മിണ്ടൂല. അങ്ങനെ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു ചെറിയ ബോംബ് പൊട്ടിക്കും, ഞങ്ങൾ സോട്ടോ. പിന്നെ അങ്ങനെ വലിയ ഫൈറ്റ് ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറില്ല. ശംഭു ഓക്കെ ആയിരുന്നു, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഈ ഒരുപാട് പാവമാകുന്നതും ചിലപ്പോൾ ഒരു പ്രോബ്ലം ആകാമെന്ന് ആൾക്കാർ പറയുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ അത്ര ഒരു പെർഫെക്ഷൻ ഓടെ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പാവമാകുമ്പോൾ ചിലപ്പോൾ അതിന് ഡബിൾ ഉൾട്ട ഉണ്ടാവുമല്ലോ. പ്രോബ്ലംസും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും, നല്ല കാര്യങ്ങൾ. അങ്ങനെ അച്ഛയുടെ കാര്യമാണോ പറയണത്? അച്ഛൻ ഈ പറഞ്ഞ മാതിരി കുറേയൊക്കെ ഞാൻ അമ്മ പറയുന്നത് ഞാൻ 100% അച്ഛനാന്നാ പറയാറ്. അതായത് അച്ഛനിങ്ങനെ എവിടെയെങ്കിലും പോയി നിന്ന് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ തട്ടിപ്പറിച്ചടിച്ച് വാങ്ങിയ സ്വഭാവമൊന്നുമില്ല, അതെനിക്കുമില്ല. അതുകൊണ്ടൊക്കെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ലൈക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടിച്ചു നിന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സംഭവമല്ലേ ശം? അങ്ങനെ നിന്നേ പറ്റൂ. പക്ഷെ അങ്ങനെ എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ. അതെൻ്റെ അച്ഛയ്ക്കും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, പിന്നെ തലയിൽ വരാനുള്ള കിട്ടും നമുക്ക്. അങ്ങനെ അച്ഛൻ പറയാറില്ല, വരാനുള്ളത് കിട്ടും. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോയിട്ടുണ്ടോ? ലൈക്ക് ഇപ്പം നമുക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അങ്ങോട്ട് ഇപ്പം ചോദിച്ചു മേടിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ലൈഫ് അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇങ്ങനെ ഇടിച്ചു നിന്ന് പോകുന്ന ഒരാളല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും വഴങ്ങാൻ റെഡി ആയിട്ടുള്ള ഒരാളും അല്ലായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പിള്ളേരുടെ അടുത്ത് ചോദിക്കില്ലേ എന്താകാനാ മോളെ അല്ലേ മോനെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ പപ്പ പറഞ്ഞില്ലേ എനിക്ക് ലോ എന്നുള്ളൊരു ഇതെപ്പോഴാ കണ്ടത്? ശരിയല്ലേ? ശരിയാണ്. ഇങ്ങനെ അതെവിടെയാണോ പറഞ്ഞതെന്ന് ആലോചിക്കണേ. ഇല്ല പറഞ്ഞിട്ടില്ല, ഇന്റർവ്യൂലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലേ എൻ്റെ അടുത്ത്? നമ്മള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അത് ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹം അത് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ലൈക്ക് അറിയില്ല, ഇനി ട്രോമ ട്രിഗർ ആയിട്ട് വന്ന ഒരു ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷീ വോണ്ട് ടു ഫൈറ്റ് ഫോർ പീപ്പിൾ ഹു നീഡ് ജസ്റ്റിസ്. അവൾ അങ്ങനെ ഒരു ഐഡിയ പറയുന്നുണ്ട്. ലൈക്ക് മമ്മി
നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോയ കാര്യങ്ങൾ ഐ വോണ്ട് ടു ഡു. ലൈക്ക് മമ്മിയെപ്പോലെ സഫർ ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ളൊരു അതാ ഞാൻ പറഞ്ഞത്. അതൊരു പാഷനാണോ അതൊരു ട്രോമ ട്രിഗർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവളുടെ ആഗ്രഹം അതാണ്. ഷീസ് ഹാപ്പി ഇൻ സെയിങ് ദാറ്റ്. ലൈക്ക് കണ്ണൊക്കെ സ്പാർക്കിളാവും അതിനെക്കുറിച്ച് പറയുമ്പോൾ. സോ ലൈക്ക് ഓക്കെ ഓക്കെ, അത് നല്ലൊരു കാര്യമല്ലേ. ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു മൊമെന്റ് ആണല്ലോ ഇത്. ഇതാ അവൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ പോട്ടെ. ലൈക്ക് ഐ വോണ്ട് ടു പ്രൊട്ടക്ട് മൈ മദർ എന്നൊക്കെ പറയുന്നില്ലേ സിസ്റ്റർ, നമ്മുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യണം. അവൾക്ക് ഫാമിലി ഓഫ് കോഴ്സ് ആണ്. പക്ഷെ അവള് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് സംഭവിച്ച കുറേ ഇൻജസ്റ്റിസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് നടക്കുന്ന ഇൻജസ്റ്റിസുകൾ, അതിനെ എനിക്ക് തടയാൻ പറ്റുന്ന ഒരു ആളാവാൻ പറ്റുവാണെങ്കിൽ ഐ വോണ്ട് ടു ഫൈറ്റ് വിത്ത് ദം ഫോർ ദെയർ നീഡ്സ്. അപ്പം അത് അവളുടെ ഒരു കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആസ് എ മദർ. അത് അതിൽ തന്നെ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുകയാണ്. കുറേ നാളുകളായിട്ട് അവൾക്ക് ലോ തന്നെ പോണം എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. പപ്പൂസ് ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് നമ്മുടെ അവിടെ ബാൻഡിന്റെ ടൈമിലൊക്കെ വരുമ്പോൾ ഇത്രേ ഉള്ളൂ ഇട്ട് അതിങ്ങനെ ഓടിക്കളിച്ച് അല്ലേ, ബെഡിലൂടെ ഒക്കെ ചാടി. ഇപ്പം ആള് എന്റെ അത്രയും പൊക്കവും തടിയൊക്കെ ആയി. ലൈക്ക് വി ഷെയർ സെയിം ഡ്രസ്, വി ഷെയർ സെയിം ഷൂസ് ഒക്കെ. അതൊരു ഉപകാരമാണല്ലേ. ഓളായി വെല്ലുകുട്ടിയായി. അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഈശ്വര നമുക്ക് പ്രായമായി വരികയാണല്ലോ അത്. അപ്പം മൈൻഡിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ടീനേജറായി വളരെ, അപ്പോൾ അതൊരു ഒരു കൺസേൺ ആവുമല്ലോ നമ്മൾ. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ഇപ്പോൾ അതർ ദാൻ മദർ ഡോട്ടർ എന്നൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഒരു കൺസേൺസ് പയ്യെ വന്ന് തുടങ്ങുന്ന ഒരു ടൈമാണല്ലോ ഇപ്പോൾ. മേ ബി ഒരു 7th or 8th ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിടെ ടോക്സ് ഉണ്ടാകാറുണ്ടോ? ലൈക്ക് ടോക്സ് ഉണ്ടാവാറുണ്ട് ശംഭു. ഞാനത് പാപ്പുവിൻ്റെ അടുത്ത് അഗൈൻ എത്ര വന്നാലും മദർ ഡോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തിൻ ലെയർ ഓഫ് ഒരു വോളുണ്ട് അമ്മയാണെന്നുള്ള. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാൻ അവളുടെ അടുത്ത് പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ, ലൈക്ക് മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യണ കാര്യമാണ്. അപ്പോൾ നാളെ നീ ഒരു മിസ്റ്റേക്ക് ചെയ്തെന്ന് വെച്ചാൽ മമ്മി ഒന്നും പറയാൻ പോകണില്ല. കാരണം മമ്മി കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, അവിടെ ബ്ലണ്ടേഴ്സ്. അപ്പോൾ എന്നിട്ട് എന്താ ഈ മമ്മി ഇവിടെ ഇല്ലേ? സോ ഇപ്പം നാളെ, കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രീഡം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അവരെന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തായിരിക്കില്ല പറയണ്ടാവുക, വേറെ ആരുടെ അടുത്തും സപ്പോർട്ട് വയ്ക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദേ ഫീൽ ഇറ്റ് ഈസ് ഓക്കെ, എന്ത് സംഭവിച്ചാലും മമ്മി ഉണ്ട് കൂടെ എന്നുള്ളത് ശരിയാണെങ്കിൽ. അപ്പോൾ അവള് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിലും വന്ന് ചോദിക്കും, എന്താ പറയുക, അവളുടെ കൺഫ്യൂഷൻസും വന്ന് ചോദിക്കും, കുറുമ്പുകളും വന്ന് പറയും. ആൻഡ് ദെൻ ഈവൻ അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാവരും അമ്മു ആൻറ്റിയുടെ അടുത്ത് സംസാരിക്കാനും അമ്മു ആൻറ്റിയുടെ വീട്ടിൽ വരാനും ഭയങ്കര കംഫർട്ട് സോൺ എന്നുള്ളൊരു സാധനമുണ്ട്. അതെപ്പോഴും നല്ല, അതുകൊണ്ട് എന്തും അവർ നമ്മളെ തുറന്ന് പറയുന്നുള്ളൊരു അത് ഇപ്പോഴത്തെ തലമുറയിൽ അത് വേണ്ടേ ശംഭു. ഒന്നാമത് ഇത്രയും എക്സ്പോഷർ, അവർക്ക് ഒരു ക്ലിക്കിൽ അറിയാൻ പറ്റുന്ന സംശയങ്ങളേ ഉള്ളൂ. അതിന് അമ്മയുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു. സോ ഐ ഓൾവേസ് ടെൽ ഹെർ ലൈക്ക് നോ മാറ്റർ വാട്ട് പാപ്പു, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മമ്മി കൂടെ ഉണ്ടോ. അങ്ങനെ എൻ്റെ അച്ഛമ്മയുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കണം. അപ്പോൾ അപ്പം അത് അവൾക്ക് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ ഒരു സപ്പോർട്ട് ആക്ച്വലി എങ്ങനെയാണ്? ലൈക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വരിക, അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളെല്ലാവരും ലൈഫ് അങ്ങനെയാണല്ലോ. ഒരു ഗ്രാഫ് ചിലപ്പോൾ നമ്മളിങ്ങനെ വളരെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ടൈം, ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമാവും, പിന്നെ നമ്മൾ കുറച്ച് പെപ്പി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാവും. അപ്പോൾ അമ്മ എങ്ങനെയായിരുന്നു? ലൈക്ക് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ഒരു മാജിക് വുമൺ ആണ്. സംഭവം ഒന്നാമത് അച്ഛനും കൂടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ സർവൈവ് ചെയ്യുക എന്നൊക്കെ നമുക്കൊക്കെ അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഈ അൺവാണ്ടഡ് സോഷ്യൽ മീഡിയ ഷിറ്റും അതും ഇതൊക്കെ ബുള്ളിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തൊരു പാവം മരിച്ചുപോയ അച്ഛനെ വരെ പറയുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമ്മ വീണു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയിക്കാണ്ട് ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഈ 10-60 വയസ്സായൊരു ആളൊക്കെ ചെയ്യാന്ന് ഇപ്പോഴും എന്താ പറയുക, എൻ്റെ ലെവലിലും പാപ്പുവിൻ്റെ ലെവലിലും അമ്മ നിന്ന് മീഡിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. സോ ഐ ഡോണ്ട് നോ, തന്നെ അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് എനിക്ക് അങ്ങനെ എന്താവാൻ പറ്റും തോന്നുന്നില്ല. അമ്മ ഇസ് എ സൂപ്പർ വുമൻ, അല്ലാണ്ട് സാധാരണ മനുഷ്യനൊന്നും ഞാൻ പറയില്ല. നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് അമ്മ കുഴപ്പമില്ലാന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിൽ പോലും അമ്മ തിരിച്ച് ഇങ്ങോട്ട് മക്കളെ സ്ട്രോങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. നമ്മൾ ഓർത്തിട്ടുണ്ടോ ലൈക്ക് ഹൗ ഷീ ക്യാൻ ഇങ്ങനെ എന്നുള്ളൊരു ഓർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടില്ല ശംഭു. അതുകൊണ്ട് ഓർത്തിട്ടൊന്നും കാര്യമില്ല, അത് അമ്മയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ലക്കി ടു ഹാവ് അച്ഛൻ ആൻഡ് അമ്മ അങ്ങനത്തെ
രണ്ടുപേരെ കിട്ടിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. വെരി ഗുഡ് സോൾസ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ അങ്ങനെ ബ്ലെസ്സിങ്. ഒരു ആൽമരമാണ് ഇങ്ങനെ. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കും. അച്ഛനുള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുക. അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് താളം തെറ്റിയ പോലെ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും അമ്മ അച്ഛയുടെ പ്ലേസും കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒരു ഇത് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ പിന്നെ എന്തായിരുന്നു മറ്റേ സ്കാമിൽ അതിന് ചില കമ്പനിയൊക്കെ കണ്ടേ എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ പെടാവോ? ഈ അടുത്ത് എവിടെയോ അങ്ങാണ്ട് ഏതൊരു കളക്ടറിന് ഏതോ നോർത്ത് ഇന്ത്യയിലോ അങ്ങാണ്ട് ഒരു കളക്ടറിന് ഇതേ സംതിങ് അവർക്കൊക്കെ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് പറ്റുകൂടെ അല്ലേ? അതിലിപ്പോ പെട്ടത് ആക്ച്വലി അത് അതിന്റെ ഒരു റൂട്ട് കോസ് എങ്ങനെയായിരുന്നത്? എടാ അതെന്റെ രാവിലെ ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കസിൻ സിസ്റ്ററാണ്. ശരി. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും എമർജൻസി ട്രാൻസ്ഫർ ഒക്കെ വേണമെങ്കിൽ എടി എനിക്ക് ഇച്ചിരി പൈസ തായോ എന്ന് ചോദിക്കും. ഞാൻ ഇട്ട് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ ചേച്ചി എനിക്ക് തിരിച്ച് ഈ ഒരു പാറ്റേൺ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട്. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സെൻഡ് മീ 35,000 എൻ്റെ UPI വർക്ക് ചെയ്യുന്നല്ല, അപ്പം ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നിട്ട് ഒരു UPI അയച്ചു തന്നു. അപ്പം ഞാനത് ഇത് നാച്ചുറലി നടക്കുന്ന ഒരു സംഭവം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ 35,000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 10,000 20,000 കൂടെ എക്സ്ട്രാ ചോദിച്ചു. അപ്പം എനിക്ക് എന്തോ ബന്ധികേട്. ഞാൻ വേഗം വീഡിയോ വീണ്ടും ഇത് ചാറ്റ് ചെയ്യുന്നത് ചേച്ചിയല്ല കസിൻ അല്ലേ ചോദിച്ചേ? ഇതാണോന്നറിയില്ല, കസിൻ ആണോന്നറിയില്ല. സോ ഐ ആം തിങ്കിങ് ഇറ്റ് ചേച്ചി. ചേച്ചിയാന്ന് വിചാരിച്ചാണല്ലോ ഞാൻ പൈസ അയച്ചു കൊടുത്തത്. വാട്സാപ്പില് ചേച്ചിയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തേക്കുമായിരുന്നു. അത് ചേച്ചിയാന്ന് വിചാരിച്ചാണ് ഞാൻ ആ പൈസ അയച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു 20,000 രൂപ എങ്ങാണ്ടോ ഇത്ര ഒരു എമൗണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇത് എന്തിനാ ചേച്ചി എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ കോൾ വിളിച്ചു ചേച്ചീനെ. അപ്പൊ തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുവായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയെന്ന് പറയാൻ വേണ്ടിയിട്ട് ആള് കോള് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയുടെ നോർമൽ കോളിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി വൻ കരച്ചില്ല. ആരൊക്കെയോ അതുപോലെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷീസ് എ വെരി അങ്ങനത്തെ അങ്ങനെ പൈസ ഒന്നും ചോദിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. ചേച്ചിക്ക് അത് ഭയങ്കര സങ്കടമായി. അപ്പൊ ചേച്ചി എന്തെങ്കിലും ചോദിച്ചാൽ ആരാണെങ്കിലും ഇപ്പൊ കൊടുക്കും, ഹെൽപ്പ് ചെയ്യും. കാരണം ഷീസ് അങ്ങനത്തെ ഒരാളാണ്, സൂപ്പർ ചേച്ചിയാണ്. അങ്ങനെ കൊടുത്ത് പോവാനുള്ള പോയി. ഇപ്പൊ എന്താ പറഞ്ഞിട്ട് കാര്യം. പിന്നെ നിങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യാൻ, കാരണം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, അതെല്ലാം ചെയ്തു. അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ അയച്ച ഇമ്മീഡിയറ്റ് മൊമെന്റിൽ അവർ ആ പൈസ ക്യാഷ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ വലിച്ചിട്ടുണ്ടാവും. അത് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ നോക്കി 35 പൈസ എങ്ങാണ്ടേ അക്കൗണ്ടിലുള്ളൂ. പക്ഷെ അത് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഇതിലേക്കായി. അപ്പം ഇത് ഹാക്ക് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ അതെങ്ങനെ ആ ചേച്ചി അതെന്ത് ചെയ്തിട്ടാവും? ലൊക്കേഷൻ ഷെയർ ചെയ്തത് അങ്ങോട്ടാണ്, കൊറിയർ എങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ലൊക്കേഷൻ ചേച്ചി അയച്ചു കൊടുക്കും. അങ്ങനെ എന്തോ ചെയ്തതാ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ലൊക്കേഷനൊന്നും അയക്കാനോ ഒന്നും ചെയ്യണ്ട. മൊത്തത്തിൽ സ്കാമാണ് ഇപ്പോഴത്തെ കാലമല്ലേ, ആർക്കും പറ്റാവുന്നൊരു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ ആർക്കും പൈസ കൊടുക്കുന്നുമില്ല, പൈസ അടിയിൽ നിന്ന് വാങ്ങുന്നുമില്ല. ഈ അന്നേരം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ചോദിച്ചിരുന്നെങ്കിലോ? ഇല്ലല്ലോ കൊടുക്കാൻ, അപ്പൊ ഉണ്ടായിരുന്നില്ല എൻ്റെ ദുബായ് പരിപാടി, ടൂറ് ഇല്ല. അന്ന് നമ്മളങ്ങനെ ഒരു നമ്മുടെ പെങ്ങള് ചോദിച്ചാൽ നമ്മളത് കൊടുക്കുമല്ലോ, അറേഞ്ച് ചെയ്താണെങ്കിലും കൊടുക്കും. പിന്നെ എസ്പെഷ്യലി വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക ഓഡിയോ എങ്കിലും ഇടുവാണെങ്കിലും ഓക്കെ, വെറുതെ ചാറ്റ് ആണെങ്കിലാണ് ഓഡിയോ ഒക്കെ. ഇപ്പോൾ ഓഡിയോ ഒക്കെ മാറ്റാം, AI വെച്ചിട്ട് എല്ലാം കിട്ടും. വീഡിയോ കോൾ വിളിച്ച് കൺഫേം ചെയ്യാം, അതന്നെ. എന്നാണ് എനിക്ക് തോന്നണേ. ഇപ്പോൾ ചിലരില്ലേ ഈ സോഴ്സ് കണ്ടെത്താൻ ട്രൈ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ID ആണെങ്കിൽ പോലും അത് നോക്കി അത് ആരാണെന്ന് അറിയണം എന്നുള്ള അങ്ങനെ മൈൻഡുള്ളവരുണ്ട്. ഇതിൻ്റെ ഒരു അല്ലെ ബുള്ളിങ് വരുവാണെങ്കിൽ ഇതിൻ്റെ സോഴ്സ് ചിലർ മൈൻഡ് ചെയ്യത്തില്ല, ചിലർ അത് കണ്ട് വിഷമിക്കും. പക്ഷെ ആരാ എന്താണെന്നൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് കൂട്ടത്തിലാണ് അമൃത ആക്ച്വലി? ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വിടുന്ന കാരണം എനിക്കിതിൻ്റെ സോഴ്സ് അറിയാം എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വിട്ട് കളയുന്നതാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അപ്പോഴാണ് ഇതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് കേസ് കൊടുക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കേണ്ട അവസ്ഥകൾ വന്നത്. അങ്ങനെ പല ആളുകളെയും അഭിരാമി തന്നെ പൊക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവള് കേസ് കൊടുക്കും, വാളപ്പിക്കും. എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം അഭിക്കാണല്ലോ സങ്കടം വരിക. അപ്പോൾ അങ്ങനെ കുറേ സമയത്തുണ്ടായിരുന്നു. ആ ഒരു കാലമൊക്കെ ഇപ്പം വളരെ സമാധാനമായിട്ട് പോകണം കേട്ടോ. പിന്നെ ഈ എന്താ പറയുക, ഈ മെസ്സേജ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്ന മെസ്സേജസ് ഒക്കെ ഇങ്ങനെ എഴുതിയിരുന്നവരെല്ലാവരും ഒന്നും
ജെനുവൻ ആയിട്ടുള്ള ആളുകളല്ലായിരുന്നു, പലതും ഫേക്ക് ഐഡീസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ ഒന്ന് സോർട്ടായി ഇപ്പോൾ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ പഴയ ആളുകൾ പഴയ സ്നേഹത്തോടുകൂടെ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അത് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ എല്ലാവരും നമ്മളുണ്ട് കൂടെ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരും ഒരു ഫാക്ടറാണ് ശംഭു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അപ്കമിങ് പരിപാടികൾ എന്തൊക്കെയാണ് അത് പറയൂ. അപ്കമിങ് പരിപാടികൾ ഈ വർഷത്തെ എൻ്റെ മേജർ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് സെൽഫ് കമ്പോസ്ഡ് സോങ്സ്, സിംഗിൾസ് റിലീസ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ വെരി സൂൺ റിലീസാവാൻ പോകുന്ന പാട്ട് ഞാനിത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാട്ടിൻ്റെ പേര് പെഴ. പെഴ പെഴ. പെഴ. ഓക്കെ. അതിൻ്റെ ഒരു തീം എന്താണ് ആക്ച്വലി? തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളെ എപ്പോഴും അവരെന്ത് ചെയ്താലും തെറ്റാണെന്നാണല്ലോ പറയും. ഈ പെഴ എന്നുള്ളതിന് ഏത് വ്യാഖ്യാനവും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ തന്നെ അത് എഴുതിയത്. പെണ്ണേ നീ പെഴ, ചെയ്യുന്നതെല്ലാം പെഴ, ചെയ്യാതിരുന്നാലോ അതും പെഴ. ആ ഒരു ഐഡിയ ആണ്. അത് പലതും ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു പാട്ടാണ്. അതൊരു ഫോക്ക് ട്രാൻസ് സീനിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റിലീസ്. ശരി. അതിൽ വരികളിലും അത് ചെയ്തതിലും എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ദാറ്റ് യു വാണ്ട് ടു ടെൽ പീപ്പിൾ, അതായത് എന്ത് ചെയ്താലും നമ്മൾ എന്ത് പറഞ്ഞാലും ലൈക്ക് വി വിൽ കം ബാക്ക്, യു ഹാവ് ടു കം ബാക്ക്, അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരി. എന്നത്തേക്കാണ് അതിൻ്റെ പരിപാടി? വെഡ്നെസ്ഡേ ഫോക്കസ് ചെയ്താണ് പൊക്കോണ്ടിരിക്കണത്. ഓക്കെ. അങ്ങനെ. ഓക്കെ. അപ്പോൾ അതിന് ഓൾ ദ വെരി 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 ബെസ്റ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ചൊരു ഷോർട്ട് സെഗ്മെന്റ്. ശരി, റെഡിയാണോ? എന്താ അങ്ങനെയൊക്കെ സെറ്റ്. എന്നാലും ആണെന്ന് പറഞ്ഞ് കൈയടിക്കണം. അല്ല, ഇത് ഒരു ഇമോഷൻ ടെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഓരോ ഇമോഷൻസ് പറയും. ഈ ഇമോഷൻ വരുമ്പോൾ അമൃത എന്താണ് ചെയ്യുന്നത്? ശരി. ഓക്കെ. ഇഫ് യു ഹാപ്പി വാട്ട് യു ഡു, ദാറ്റ്സ് എക്സാമ്പിൾ. വേണമെങ്കിൽ ഒരു എക്സാമ്പിളും പറയാം, ഒരു ഇൻസിഡൻറ്റും പറയാം. ആങ്കർ. മിണ്ടാണ്ടിരിക്കും. ആണോ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ അനക്കാൻ പാടായിരിക്കും, മൗണ്ടൻ പോലെ നിൽക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ കുത്തി നശിപ്പിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിച്ചവിടെ തീർക്കും. പൊട്ടിക്കും ഏറ്റവും ലാസ്റ്റ്. പക്ഷെ ദാറ്റ് ഈസ് ഹാപ്പൺ മേ ബി ഒരു 3-4 പ്രാവശ്യം എൻ്റെ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ളൂ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നതും മിണ്ടൂല. എന്നെ കണ്ണെ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ പ്രശ്നമുണ്ട്. 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബുദ്ധൻ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളൂ. ആരുടെയും തലക്കെറിഞ്ഞു പൊട്ടിച്ചിട്ടൊന്നുമില്ല. ലൈക്ക് നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴേ അങ്ങനെ പിന്നെ എന്നെ ദേഷ്യമാക്കാൻ വലിയ പാടാണ്. ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നല്ല എഫേർട്ട് എടുക്കണം. അതും താണ്ടി ആരെങ്കിലും വന്ന് മിനിമം ഒരു ഗ്ലാസ് എങ്കിലും എറിഞ്ഞു പൊട്ടിക്കേണ്ട സഹന ശക്തി ഈസ് റിയലി ഗുഡ്. അടുത്ത് ഹാഷ്ടാഗ് ലൈഫ് എന്നൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാതെ ഈ 3-4 പ്രാവശ്യം എന്ന് പറയാം. ഏതെങ്കിലും ഒരു പ്രാവശ്യം പറയാനുണ്ടോ? ചേച്ചിയായിട്ട് അനിയത്തിയായിട്ട് അബിയായിട്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ. പ്രൊഫഷണലി ഉള്ളതാവാം. ഓക്കെ. ഹാപ്പിനെസ് ലൈക്ക് അറ്റ് ദ പീക്ക് ആണെങ്കിൽ അമ്മേനോട് കുറേ സംസാരിക്കും. അതാണ് ചെയ്യുന്നത്. ഓക്കെ. സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം വന്ന് ഞാൻ വേഗം അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. ആണ് അത് കിട്ടും. അതൊരു കംഫർട്ട് പരിപാടിയാണ് അല്ലേ? ഇഫ് യു ഗോട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴൊക്കെ വന്നിട്ട് കുറേ അതർവൈസ് ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് അത്രയും കൂടെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല. അബി ഒരുപാട് സംസാരിക്കുന്ന ആളാ. ആണോ? ഞാൻ എന്നൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ പിടിച്ചിരുത്തി സംസാരിക്കും. അതപ്പം അമ്മയ്ക്ക് മനസ്സിലാവും എന്താണ് ഇന്ന് കിട്ടിയത്, അല്ലെങ്കിൽ മോളിങ്ങനെ വരുന്നല്ലോ എന്ന് പറയല്ലേ. അതല്ല, ആക്ച്വലി അബി കുറച്ചുകൂടെ അമ്മയെടുത്ത് സംസാരിക്കും. കുറച്ചും കൂടെ ഭയങ്കര ഇമോഷണലി എല്ലാവർക്കും സങ്കടം വരുമ്പോൾ തലോടാനുണ്ടാവുന്ന ആളാണ് അബി. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മാതിരി അബി സങ്കടം, അവളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ഞാൻ ആ സങ്കടം മാറ്റാനുള്ള, ഇപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇഷ്യൂ സോർട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ പോട്ടെ ശരിയാവും എന്ന് പറയാനത് അബിയായിരിക്കും. അങ്ങനെ 2 രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത്. 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ബാലൻസ് ചെയ്ത് നോക്കോളൂ. പപ്പുവിനാണ് അത് മാനേജ് ചെയ്യാനും അറിയാവുന്നല്ലേ? നിങ്ങൾ രണ്ടുപേരും വരച്ച വരയിൽ നിർത്തുന്ന ആളല്ലേ?
അല്ലാന്നേ, അവളൊരു പാവാണ്. അവളങ്ങനെ വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. അടിപൊളി. ഓക്കെ ഓക്കെ. ആങ്കർ ഹാപ്പിനെസ് അല്ല, ഇത് കരച്ചിൽ വരുന്നൊരു സിറ്റുവേഷൻ. വരുന്നത് വിരളമാവാം, അല്ലെങ്കിൽ വരാം, ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് അത്രയും കരഞ്ഞിരിക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കുന്നവരുണ്ടാവാം, ഇല്ലെങ്കിൽ റൂം അടച്ചിട്ടിട്ട് തന്നെ കരയുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഷോൾഡർ. ഞാൻ ഡ്രൈവ് ചെയ്ത് കരഞ്ഞു തീർക്കും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ഞാൻ ചുമ്മാ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ, ഞാൻ എന്നെ കരഞ്ഞത് വളരെ കുറച്ച് പേര് അധികം കണ്ടിട്ടുണ്ടാവില്ല. അത് കാണേണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇൻ റിയൽ ഞാൻ വണ്ടി എടുത്ത്, അതിപ്പോൾ ഏത് സമയമാണെങ്കിലും എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് കരഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് പോകാറുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് വണ്ടി ഓടിക്കും, അതോ അതൊരു കൺസേൺ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഓടിക്കുമ്പോൾ കരയുന്നത്? ഗ്ലാസ് എപ്പോഴും ഞാൻ വെക്കാറുള്ളതുകൊണ്ട് അതിപ്പോൾ രാത്രിയാണെങ്കിലും അങ്ങനെ ഒരു ഡ്രൈവ് എടുത്ത് തിരിച്ച് മേ ബി യു മൈ ടേക്ക് ഒരു ഫ്രഷ് ആയിട്ട് റീസ്റ്റാർട്ട് ആണ്, ഒരു 1 hour ഒക്കെ ഒരു ഡ്രൈവ് പോകും, അതോ ലോങ് പോകും? ഡിപ്പെൻസ്. അതെൻ്റെ ദുഃഖത്തിനനുസൃതമായിട്ടിരിക്കും, ആഘാതം അനുസരിച്ചിരിക്കും അല്ലേ? അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്കും അവിക്കൊക്കെ അറിയായിരിക്കും ചിലപ്പോൾ ഇതാണ് എന്തൊക്കെയോ സീനുണ്ട് എന്തെങ്കിലും. ഓക്കെ, അതൊക്കെ ഇൻട്രസ്റ്റിംഗ്. ഒരു ജാക്ക് പോട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇപ്പം നോർമലി പറയില്ലേ ലക്കി ഡ്രോ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം, ഒരു ഇൻസിഡൻ്റ് ഞാൻ ചോദിക്കുന്നത്. ചെറിയതാണെങ്കിലും കുഴപ്പമില്ല, വലുതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ അമൃതയ്ക്ക്? ലൈക്ക് ഇപ്പം ലോട്ടറി എടുത്ത് അടിച്ചു? എനിക്ക് പൊതുവെ ഈസി ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിത്തിങ് ഐ ഗോട്ട് ലൈക്ക് അതിന്റെ പുറകിൽ അത്യാവശ്യം നല്ല, ചിലവർക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് ഒരു യോഗമാണ്. അങ്ങനെ ഒരു യോഗം എനിക്ക് സോഫാർ ഉണ്ടായിട്ടില്ല. ബട്ട് ഐ എം ഹാപ്പി. സോ എനിക്ക് അങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു വാല്യൂ ഒരുപാട് അറിയാൻ പറ്റുന്നുണ്ട്. കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു ജാക്ക്പോട്ട്, എൻ്റെ ജാക്ക്പോട്ട് എൻ്റെ പാപ്പും എൻ്റെ ഫാമിലിയുമാണ്. കുറേ പണിയെടുത്ത് എഫോർട്ട് ഇട്ട് ലാസ്റ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന സുഖം ഇരട്ടിയാണ്. അങ്ങനെ പക്ഷേ അത് ചില സമയത്തൊക്കെ തോന്നും വളരെ ഈസി ആയിട്ട് പലർക്കും പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കും കൂടെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ. പക്ഷെ അതൊക്കെ ഓക്കെ. അധികം എഫോർട്ട് ഇല്ലാതെ ഇപ്പോൾ ചില ആക്ടേഴ്സ് പറയുന്നത് കേൾക്കാം, ചിലർ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ട് ഉള്ളവരുണ്ട്, പക്ഷെ അതേ സമയത്ത് ഓവർ ദ നൈറ്റ് സക്സസ് ആയി അവർ അടിപൊളിയായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്. ദാറ്റ് ഇസ് എ ഡിഫറൻസ് അല്ലേ? അത് തന്നെയല്ലോ ഉദ്ദേശം. യാ, ഓക്കെ. ഒരു നഷ്ടപ്പെട്ടു പോയൊരു ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ അതൊരു LKG ആവാം, കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ അല്ല അതിനെ ഏത് രീതിയിൽ വേണം എടുക്കുക, ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു ഫ്രണ്ട്ഷിപ്പ്. നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിൽഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ സ്പോയിൽഡ് ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെപ്പാടിനെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് മരിച്ചു. ദാറ്റ് വാസ് എ പെയിൻ. ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ ആ ഒരു 5-6 പേര് ഗ്യാങ്ങിലുള്ള ഒരാളാണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് അൺബിലീവബിൾ അല്ലേ? അത് ഭയങ്കര അൺബിലീവബിൾ സീനായിരുന്നു. അല്ലാണ്ട് അങ്ങനെ സുഹൃത്തുക്കളൊന്നും പോയിട്ടൊന്നുമില്ല. എല്ലാവരും നമ്മൾ ഇടയ്ക്ക് പറയില്ലേ, പണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു, പിന്നെ എവിടെയോ ഇപ്പോൾ, കാരണം ആ സമയത്ത് ഫോണില്ല, ഒന്നുമില്ല. സ്കൂള് ചിലപ്പോൾ 3rd സ്റ്റാൻഡേർഡ് വിട്ടു പോകുന്നവരുണ്ടാവാം. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജിമ്മേറ്റ്സ് ഒക്കെ തന്നെ ഇപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ജിമ്മിലൊക്കെ ഉണ്ട്. ഞങ്ങള് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ശരി. പോവാൻ സമ്മതിക്കില്ലല്ലോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, ഒരു ടൈം ഒരു എന്തോ ഒരു ടൈം ട്രാവൽ കിട്ടി. ഓക്കെ, എന്തെങ്കിലും ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? പ്രൊഫഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ വൈസ്, വാട്ട് എവർ. ലൈക്ക് യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, മേ ബി ഇപ്പം എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉള്ളൊരു കാര്യമായിരിക്കാം, ദാറ്റ് യു നെവർ വോണ്ട് ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നോ, ഇഫ് ഐ ക്യാൻ ഗോ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അച്ഛയുടെ കൂടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് ഡേ അവിടെ വെച്ച് ഫ്രീസ് ആയി പോയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛനില്ലല്ലോ. ആ ഒരു ദിവസം അച്ഛയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ദിവസം എന്നും അത് അവിടെ വെച്ചങ്ങ് ഫ്രീസായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നത്, അത് മതി. ബാക്കി കാര്യങ്ങളിലൊന്നും എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല ശംഭു. കാരണം ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എൻ്റെ ഇൻസിഡൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എനിക്ക് സുന്ദരിക്കുട്ടി ചക്കരയായിട്ടുള്ളൊരു മോളുണ്ട്.
അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് റിഗ്രറ്റ് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ദൈവനിശ്ചയമല്ലേ. എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഞാൻ ഇപ്പോഴും സ്വപ്നം കാണും. രാത്രി ആണല്ലേ? അബി മിക്കവാറും 1-2 ദിവസം കൂടുമ്പോൾ അബി കരച്ചിലായിരിക്കും. ഞങ്ങളെപ്പോഴും അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. അങ്ങനെ. സോ ഗോഡ് ബ്ലെസ് യു. അടിപൊളിയാവട്ടെ. ഇനി ഇറങ്ങാൻ പോകുന്ന റിലീസ്, കവേഴ്സ്, സിംഗിൾസ്, വാട്ട് എവർ, പിന്നെ ബാൻഡ് ഷോസ്, പിന്നെ അതുപോലെ തന്നെ സീരീസ്, ഡബിങ്. 2026 ഈ പറയണ പോലെ ആയിക്കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കുമല്ലോ. അതല്ലേ മാസ്റ്റർ ഓഫ് ഓൾ കാർഡ്സ്. ഞാൻ ഓരോന്ന് നടക്കുമ്പോൾ ഞാൻ വിളിക്കാം ശംഭുനെ. ഉറപ്പായിട്ടും. എല്ലാത്തിനും പരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം വീണ്ടും വരട്ടെ. ഒരുപാട് ജാക്ക്പോട്ടായിട്ട് വന്നാലോ. ജാക്ക്പോട്ടായിട്ട് വന്നാലോ. കഷ്ടപ്പാടുകളൊക്കെ കൂടെ ഒരു ദിവസമായിരിക്കും ഹിറ്റാവും. പക്ഷെ താങ്ങുമോ? താങ്ങും ഉറപ്പായിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂവിന് എന്തായാലും മൂവി ഫോർ ഷുവർ യു വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദാറ്റ്. ഡയറക്ടേഴ്സ് ഓക്കെ, അസിസ്റ്റന്റ് ആയിട്ട് ഞാനും അഭിനയിക്കാം. ഓക്കെ, ഡബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു മാൻ. താങ്ക് യു സോ മച്ച് ശംഭു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ശംഭുവിനും എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ.